എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും രാഷ്ട്രീയമായും ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പി കെ ശശിയുമായും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇന്ന് യോഗം കഴിഞ്ഞു. യോഗത്തിൽ വെച്ച് വളരെ രൂക്ഷമായ ചില അറ്റാക്ക് പി കെ ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് പൊതുവേദിയിൽ പറയേണ്ടതായിരുന്നോ എന്ന ഒരു ഔചിത്യബോധത്തിൻ്റെ കുറവുണ്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ മറ്റൊരു നേതാവാണ് സഖാവ് EM സുരേഷ് ബാബു. പാലക്കാട് ജില്ലയിലെ തലയെടുപ്പുള്ള രണ്ട് നേതാക്കന്മാർക്കിടയിൽ ഒരു കുടിപ്പകയുടെ രീതി കടന്നു വരുന്നുണ്ടോ എന്ന ഒരു സംശയം ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പി കെ ശശിയേട്ടനും മൂപ്പരും തമ്മിലുള്ള തെറ്റെങ്ങനെ ഉണ്ടായി എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഇത് പോകുന്നത് ഒട്ടും ഗുണകരമായ രീതിയിലല്ല എന്നുള്ളതാണ്. രണ്ടു പേർക്കും ഇടയിൽ ഒരു ചർച്ച നടക്കേണ്ടത്, ഒന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ടത്, ഒരു പാർട്ടി കമ്മിറ്റിക്കകത്തിരുന്ന് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് വിളിച്ചു ചേർത്തിട്ട് അത് ഇന്ന് സംസാരിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പാലക്കാട് ജില്ലയുടെ പൊളിറ്റിക്കൽ സിനറിയോയിൽ വലിയ മാറ്റം വരും. അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ ഒരു ഭൂകമ്പം സൃഷ്ടിക്കപ്പെടും. നമസ്കാരം. കേരളത്തിലെ പി കെ ശശിയുടെ രാഷ്ട്രീയ മാറ്റം എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഒരു സംഗതിയാണ്. ഇന്ന് അദ്ദേഹം വിമതരുടെ പാർട്ടി കൺവെൻഷനിൽ പങ്കെടുക്കുകയും അതിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പി കെ ശശി മുന്നോട്ട് വെക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയം, മുന്നോട്ടുള്ള ഗമനം എന്തായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും രാഷ്ട്രീയമായും ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഷാഫിക്കറിയാം, എനിക്ക് പി കെ ശശിയുമായും വളരെ അടുത്ത ബന്ധമുണ്ട്. അത് ശത്രുതയിൽ നിന്ന് ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ശത്രുതയിൽ നിന്ന് ആരംഭിച്ച സൗഹൃദമാണെന്നുള്ളത്. ശരിയാണ്. 2022 അദ്ദേഹത്തിനെതിരെ വലിയൊരു അറ്റാക്ക് നടത്തി ജില്ലാ സമ്മേളനത്തിൻ്റെ തലേന്ന്. അതവിടെ റിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശത്രുത ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം തികയുന്നതിന് മുമ്പ് 2023 ഏപ്രിൽ മാസം തൊട്ട് ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാവുന്നു. സ്വന്തം ജ്യേഷ്ഠനോടുള്ള മാതിരി തന്നെയുള്ള ബന്ധമാണ് ഞാൻ വെച്ച് പുലർത്തിയിരുന്നത്. മൂപ്പൻ എന്നോടും അങ്ങനെ തന്നെയാണ് വെച്ച് പുലർത്തിയിരുന്നത്. ശശിയേട്ടനായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ആ ഒരു ബന്ധം ആ രീതിയിൽ തന്നെ പോവുകയാണ്. പല കാര്യങ്ങളിലും അഭിപ്രായം പറയാറുണ്ട്. KTTCയുടെ വിഷയങ്ങളിലും ബാക്കിയുള്ളതിലൊക്കെ ഉള്ള കാര്യങ്ങളും നമ്മൾ പല അഭിപ്രായം സജഷൻസും ഒക്കെ പറയാറുണ്ട്. അതിനൊക്കെ പോസിറ്റീവായിട്ട് കാണുകയും വലുപ്പച്ചെറുപ്പമില്ലാതെ സ്വീകരിക്കുകയും എന്നോടുള്ള എതിർപ്പുകൾ എന്നോട് പറയുകയൊക്കെ ചെയ്യുന്നൊരു ബന്ധമാണ്. മറുവശത്ത് പി കെ ശശിയേട്ടൻ ഇന്നലെ എന്നെ കൺവെൻഷന് വേണ്ടി വിളിച്ചതാണ്. കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാമ്പ് ഇറക്കാനുള്ള കാരണം കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന ഉറപ്പിനോട് 100% ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ആ രീതിയിൽ ന്യൂസ് ചെയ്തത്. എന്താ, പി കെ ശശി നാളത്തെ മാർക്സിസ്റ്റ് കൂട്ടായ്മയിൽ പങ്കെടുക്കും, അതോടൊപ്പം തന്നെ സേവ് CPI ഫോറംകാർ പങ്കെടുക്കില്ല എന്നുള്ളത്. അത് അവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, അതിൻ്റെ നേതാക്കന്മാരുമായിട്ട്. അവർ പങ്കെടുക്കില്ല എന്നുള്ളത് കാരണം മാർക്സിസ്റ്റ് കൂട്ടായ്മയാണ്, മറ്റേത് മാർക്സിസം ഇല്ല CPIക്ക്. അപ്പോൾ CPIയുടെ ഒരു വിമത കൂട്ടായ്മയും CPMൻ്റെ വിമത കൂട്ടായ്മയും തമ്മിലും ചേരുന്നതിനകത്ത് വലിയേട്ടൻ ചെറിയേട്ടൻ മനോഭാവം അവിടെയും വരും എന്നുള്ള പ്രശ്നം, ഒരു പൊരുത്തക്കേടുകൾ അവിടെയുണ്ട്. അത് ഐഡിയോളജിക്കൽ ക്ലാഷാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്തായിരുന്നാലും ഇന്ന് യോഗം കഴിഞ്ഞു. യോഗത്തിൽ വെച്ച് വളരെ രൂക്ഷമായ ചില അറ്റാക്ക് പി കെ ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് മറ്റാർക്കും എതിരെയല്ല. സംസ്ഥാന നേതൃത്വത്തെ ഒന്നും പറഞ്ഞിട്ടില്ല, പിണറായി വിജയനെ ഒന്നും പറഞ്ഞിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം അദ്ദേഹം അവിടെ പറഞ്ഞു. അത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചുള്ള ആത്മബന്ധം 2023 എറണാകുളത്ത് ഒരു സൂട്ട് റൂമിൽ ഞങ്ങൾ ഷേണായി ഹോട്ടലിനടുത്ത് റൂം എടുത്തിട്ട് അവിടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ കരഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് വല്ലാതെ വൈകാരികമായി കരഞ്ഞിട്ടുണ്ട്. ബാലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് ആത്മാവിൽ നിന്ന് വന്ന വാക്കുകളാണ് എന്നതിനെ സ്വീകരിക്കുന്നതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഒരു പൊതുവേദിയിൽ പറയേണ്ടതായിരുന്നോ എന്ന ഒരു ഔചിത്യബോധത്തിൻ്റെ കുറവുണ്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ മറ്റൊരു നേതാവാണ് സഖാവ് EM സുരേഷ് ബാബു, CPMൻ്റെ ജില്ലാ സെക്രട്ടറി. CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ജില്ലാ സെക്രട്ടറിമാരെ മാതിരിയൊന്നുമല്ല. മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണം ആകെ 2-3 സീറ്റാണ് CPMൻ്റെ കയ്യിലുള്ളത്. അതേസമയം പാലക്കാട് ജില്ലയിൽ 12 മണ്ഡലങ്ങളുള്ളതിൽ 11 മണ്ഡലങ്ങളിലും LDF, മണ്ണാർക്കാട് മാത്രം മുസ്ലിം ലീഗ്. ഈ 11 മണ്ഡലങ്ങളിൽ LDFൽ തന്നെ ഒരു സീറ്റ്, ചിറ്റൂർ സീറ്റ് കൃഷ്ണൻകുട്ടിയാണ് ജനതാദളിൻ്റെ, ഒരു സീറ്റ് പട്ടാമ്പി സീറ്റ് CPIയുടെ മുഹസിനാണ്. അങ്ങനെ മൊത്തം LDFൻ്റെ 11 സീറ്റുണ്ട്. മൊത്തം 12 മണ്ഡലങ്ങളിൽ കുത്തകയാണ് അവരെ. അതിൽ തന്നെ ഈ 3 സീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ 9 സീറ്റിലും CPMൻ്റെ ആളുകളാണ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. MP രാജേഷ് മന്ത്രി, ഇദ്ദേഹവും ഒരു മന്ത്രിക്ക് തുല്യമായ പദവിയിൽ നിൽക്കുന്ന ആളാണ് സുരേഷ് ബാബു. അതേപോലെ തന്നെ KTDCൻ്റെ ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു മന്ത്രിക്ക് തുല്യമായിട്ടുള്ള വലിയ വിപുലമായ അധികാരങ്ങളുള്ള ഒരു സംവിധാനമാണ് KTDCയുടെ ചെയർമാൻ. അതായിരുന്നു പി കെ ശശി. CITയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഒക്കെയായിരുന്നു. പാലക്കാട് ജില്ലയിലെ തലയെടുപ്പുള്ള രണ്ട് നേതാക്കന്മാർക്കിടയിൽ ഒരു കുടിപ്പകയുടെ രീതി കടന്നു വരുന്നുണ്ടോ എന്ന ഒരു സംശയം ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഇദ്ദേഹം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ 2023 തൊട്ട് എന്നോട് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇയാൾ സ്പിരിറ്റ് കള്ളക്കടത്തുകാരുടെ ആളാണ്,
എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എം പി രാജേഷിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനകത്ത് അതുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പി കെ ശശിയേട്ടൻ സുരേഷ് ബാബുവേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ളതാണ് സുരേഷ് ബാബുവേട്ടൻ. ചിറ്റൂരിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ചിറ്റൂർ കുടിപ്പകയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. നമ്മളെ കണ്ണൂരിലെ കുടിപ്പക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറമാണ്. അവിടെ രണ്ട് ജന്മിമാർ തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ ശ്വാസം വലിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസും അവിടുത്തെ സി പി എമ്മും. അവിടുത്തെ സി പി എം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പ്രബലമായ ഒരു പാർട്ടിയേ ആയിരുന്നില്ല. കേരളത്തിൽ എവിടെ പോയാലും സി പി എം ആണ് ഒരു ഏറ്റവും ശക്തിയുള്ള കേഡർ പാർട്ടി എന്ന് പറയാവുന്നത്. പക്ഷേ ചിറ്റൂരിൻ്റെ സ്ഥിതി വേറെയായിരുന്നു. ചിറ്റൂർ കോൺഗ്രസ്, അച്യുതേട്ടൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസും കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ജനതാദളും. ഇവർ രണ്ടുപേരും ജന്മിമാരാണ്, പ്രമാണിമാരാണ്. അവരെ തൊഴിലാളികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു അക്രമം വന്നു കഴിഞ്ഞാൽ ഗുണ്ടകളായിട്ട് ഇവരെ തന്നെ ഇറക്കിയാൽ മതി. എതിരാളികൾ ആരെയുണ്ടെങ്കിലും തല്ലുക കൊല്ലുക എവിടെയും കൊണ്ടേ കുളിച്ചിട്ടാൽ പോലും ആരും അറിയില്ല. ചിറ്റൂർ എന്ന് പറഞ്ഞാൽ തമിഴ് കൾച്ചറും കൂടി നിലനിൽക്കുന്ന പ്രദേശമാണ്, അതിർത്തി പ്രദേശമാണ്, ബോർഡറാണ്, അതിർത്തി പ്രദേശമാണ്, തമിഴ് വംശജരേറെ ഉള്ളതാണ്. അവിടെ ഈ പോലീസും കാര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും അങ്ങനെ എത്രയൊന്നും ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അവിടെ നാട്ടുകൂട്ടം കൂടിയിട്ട് ഒരുത്തരെ തല്ലാൻ തീരുമാനിച്ചാൽ തല്ലി, കൊല്ലാൻ തീരുമാനിച്ചാൽ കൊല്ലും, എവിടെയും കൊണ്ടുപോയി കുഴിച്ചിട്ടു. പുറം ലോകം അറിയില്ല. അങ്ങനെ ഒരു നാടാണ്. അവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് സുരേഷ് ബാബു. അതേപോലെ തന്നെ പി കെ ശശിയും ഒട്ടും മോശമല്ല. അദ്ദേഹം വയനാട്ടുകാരനാണ്. പക്ഷേ മണ്ണാർക്കാട് വന്ന് മണ്ണാർക്കാട് മുസ്ലിം ലീഗിൻ്റെ പ്രമാണിമാരെ വെല്ലുവിളിച്ച് അവിടെ പാർട്ടി ഉണ്ടാക്കി അങ്ങനെ വന്നിട്ടുള്ള ആളാണ് അദ്ദേഹവും. രണ്ടുപേരും കാലിബറുള്ള നേതാക്കന്മാരാണ്. ഒരാൾ സൈലൻ്റ് അച്ചീവറാണ് സുരേഷ് ബാബു. അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരാതെ സംഘടനാ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളാണ്. സർക്കാർ ജോലി ഉപേക്ഷിച്ച് പാർട്ടി പ്രവർത്തനം തിരഞ്ഞെടുത്ത ആളാണ്. വളരെ ഡൗൺ ടു എർത്താണ്. ശശിയേട്ടനാണെങ്കിൽ ഒരു ഒറ്റയാൻ്റെ മാതിരിയാണ്. അതിന് തലയെടുപ്പിൽ ആ രീതിയിലും കുറച്ച് ആരടാന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ അങ്ങനത്തെ രീതിയിൽ കുറച്ചുകൂടി അഗ്രസീവാണ്. ഈ ശശിയേട്ടൻ എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നു. അതിൽ പിന്നീട് എനിക്കൊരു ചെറിയ ഗിൽറ്റ് തോന്നിയിട്ടുണ്ട്. ഞാനത് തിരുത്തും ചെയ്തിട്ടുണ്ട്. ശശിയേട്ടനെ കുറിച്ച് ഞാൻ പണ്ട് ചെയ്തതിനകത്തും പിന്നീട് തിരുത്തു വരുത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ മുമ്പിലിരുന്ന കരഞ്ഞ ശശിയേട്ടനോട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അനുകമ്പയിൽ നിന്ന് എൻ്റെ ഭാഷയിൽ പിന്നീട് മാറ്റം വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ പി കെ ശശിയേട്ടനെയൊക്കെ വളരെ വലിച്ചു കയറി ചുമരിലൊട്ടിക്കാൻ പറ്റില്ല, അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആ 2023 ഞങ്ങൾ കണ്ടതിന് ശേഷം ഇന്ന് വരെ, ഈ നിമിഷം വരെ വിമർശിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ പി കെ ശശിയേട്ടൻ്റെ പല വിഷയങ്ങൾക്കകത്തും രൂക്ഷമായി പ്രതികരിച്ചതുപോലെ തന്നെ പി കെ ശശിയേട്ടൻ പറഞ്ഞൊരു കാര്യം, ഈ സുരേഷ് ബാബു ഒരു പോക്സോ കേസിലെ പ്രതിയാണ്. അത് NN കൃഷ്ണദാസ് MP ആകുമ്പോൾ പൊള്ളാച്ചിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സംഭവം ഉണ്ടായത്. പൊള്ളാച്ചിയിലെ DMKയുടെ MPയും NN കൃഷ്ണദാസും ഒരുമിച്ച് പാർലമെൻറ്റിൽ ഇരിക്കുമ്പം അവർ തമ്മിൽ പറഞ്ഞിട്ട് അത് അവിടുത്തെ സ്റ്റേഷനിൽ സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. ഇത് വെച്ചിട്ട് ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു സുരേഷ് ബാബുവിനെതിരെ. പക്ഷേ പിന്നീട് പാലക്കാട് നിന്നുള്ള സഖാക്കൾ എന്നെ കോൺടാക്ട് ചെയ്തു, ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടെന്ന് പറഞ്ഞു. സുരേഷ് ബാബുവേട്ടനല്ല വിളിക്കണം, അവിടുത്തെ പാർട്ടി ഏരിയയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട DC-യുമായി ബന്ധപ്പെട്ട സഖാക്കളാണ് വിളിക്കുന്നത്. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെന്നോട് വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 4-ാം തീയതി ഷാഫി ചാലിയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഞാൻ കത്തിച്ചു തുടങ്ങിയ സമയമാണ്. ആ സമയത്ത് CPIയുടെ മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും 1996 EK നായനാരുടെ മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുമായിരുന്ന CPIയുടെ മുതിർന്ന നേതാവ്, പലതവണ പട്ടാമ്പിയിൽ നിന്ന് MLA ആയിരുന്ന, മുമ്പ് രാജ്യസഭാംഗമായിരുന്ന, രാജ്യസഭയിൽ MP ആയിരുന്നു, K. ഇസ്മായിൽ സഖാവിൻ്റെ വീട്ടിലാണ് ഞാനന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി പോയി. അപ്പോൾ K. ഇസ്മായിൽ സഖാവിൻ്റെ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളത്. അതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതിൽ തന്നെ രണ്ടാമത്തെ മകൻ ബൈജു ഒരു ആത്മസുഹൃത്താണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന വിവരം അറിഞ്ഞപ്പോഴേ സുരേഷ് ബാബു സഖാവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണം, കണ്ടിട്ടേ പോകാമെന്ന് പറഞ്ഞു. പി കെ ശശിയേട്ടനും വന്ന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ളത് ഫേസ്ബുക്കിൽ ഞാൻ ഓൺ ദ വേ ടു വടക്കഞ്ചേരി എന്ന് പറഞ്ഞപ്പോൾ, വടക്കഞ്ചേരിയിൽ തിരിച്ചു വരുമ്പോൾ എന്നാൽ ഒറ്റപ്പാലത്ത് കൂടി വാ, മണ്ണാർക്കാട് കൂടി വാ, ഇതിലെ കൂടി വാ, വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടൻ തിരക്കിലാണ്, നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞു. K. ഇസ്മായിലിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ വീണ്ടും വിളി വരുന്നുണ്ട്. അവർ ലൊക്കേഷൻ ഇട്ട് തരുന്നുണ്ട് ചിറ്റൂരിലേക്കുള്ള. അപ്പോൾ അവിടെ സഖാക്കൾ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. K. ഇസ്മായിലിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ K. ഇസ്മായിൽ സഖാവിൻ്റെ മകൻ ബൈജു അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് രാജസഖാവ് ഇന്ന് ഇവിടെ നിന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. എന്നെ സഖാവ് എന്ന് വിളിക്കാം. ഞാൻ CPIനൊക്കെ ചീത്ത പറയലുണ്ട്, വേറെ കാര്യം. പക്ഷെ എന്നെ പഴയ SFIക്കാരൻ എന്നുള്ള രീതിയിൽ ഇപ്പം നാട്ടുകാർ സഖാവ് എന്നാണ് വിളിക്കുക. ഞാൻ പറഞ്ഞു ഇല്ല ബൈജു സഖാവ്, എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇനി സുരേഷ് ബാബു വീട്ടിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സുരേഷ് ബാബു വീട്ടിൻ്റെ വീട്ടിലേക്കുള്ള വഴി അവർ പറഞ്ഞ് ചിറ്റൂർ ടൗണിലെ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്, സഖാക്കൾ, ലോക്കൽ സെക്രട്ടറിമാരുൾപ്പെടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരാണ് പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ പൈലറ്റ് വണ്ടിയായിട്ട് പോകുന്നത്. അങ്ങനെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ഒരു സാധാരണ വീടിൻ്റെ മുമ്പിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഇന്നോവ കിടക്കുന്നുണ്ട്, ഡ്രൈവറും അവിടെ ഉണ്ട്. മൂപ്പര് പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്വീകരിച്ച് അകത്തെടുത്തി ഒരു പഴയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെക്കുറിച്ച് സ്പിരിറ്റ് ലോബിയുടെ ആൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. മാത്രമല്ല ഈ പോക്സോ കേസിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വിശദീകരിച്ചു തന്നു. ഇദ്ദേഹം ഇവർ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് ബൈക്കിൽ പോണ സമയത്ത് ഒരു സ്ത്രീയും കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഇവർ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയതാണ്. ഈ വണ്ടി വരുമ്പോൾ ഒരു വിഭ്രാന്തിയിൽ വണ്ടി തട്ടി വീണ് കഴിഞ്ഞപ്പം കുട്ടിക്കും കൂടി ഇത് വന്നപ്പോൾ ഇവർ പൈസ കിട്ടാൻ വേണ്ടി വല്ലാതെ ചോദിച്ചു. ഇവർ പോക്സോ കേസാക്കി. അങ്ങനെയാണ് പോക്സോ കേസ്, അല്ലാതെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതല്ല, വണ്ടി തട്ടിയതാണ്, അത് പോക്സോ കേസാക്കി.
അത് പിന്നെ എന്തായാലും പോലീസിൽ ബോധ്യപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ അവസാനം അത് പിന്നെ കോഷി ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കേസാണ് എൻ്റെ അടുത്ത് ശശിയേട്ടൻ പറയണത്. അപ്പോൾ അല്ലാതെ പോക്സോ കേസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ കരുതുക, ഏതോ പെൺകുട്ടിനെ പീഡിപ്പിക്കാൻ നോക്കി എന്നുള്ളതാണ്. ഇയാൾക്ക് 2 പെൺമക്കളുള്ളതാണ്. ഈ സുരേഷ് ബാബു ഏട്ടന് 2 പെൺമക്കളാണ്, മിടുക്കരാണ്, പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുകയാണ്. ഞാനപ്പോൾ മൂപ്പരെ വീട്ടിൽ ചെല്ലുമ്പം മൂപ്പര അമ്മ മാത്രമാണ് ഉള്ളത്, പിന്നെ അടുക്കളയിൽ സഹായത്തിന് ചേച്ചിയുണ്ട്, മൂപ്പര വൈഫ് ജീവനക്കാരിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ വന്നു. മക്കളെടുത്താണെങ്കിൽ തോളിലൊക്കെ തട്ടി ഷെയ്ക്കാൻ്റെ കൊടുത്ത് തോളിലൊക്കെ തട്ടി വർത്താനം പറഞ്ഞു. 2 പേരും ഡിഗ്രിക്ക് പഠിക്കുകയാണ്, 2 പേരും വളരെ സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവാണ്. വളരെ മാന്യമായി പെരുമാറുന്ന 2 കുട്ടികൾ. ഇങ്ങനെ ജില്ലാ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടി മന്ത്രിയുടെ മക്കൾ എന്ന രീതിയിലുള്ള ഒരു ജാടയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടികൾ. അങ്ങനെ 2 മണിക്കൂറോളം ഞാൻ ആ വീട്ടിൽ നിന്ന് സംസാരിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം വന്ന വഴികൾ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ ഇദ്ദേഹം പിന്നെ ഈ വണ്ടിത്താവളം സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. വണ്ടിത്താവളം സ്കൂളിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ക്ലാസ് ലീഡറായി SFIയുടെ. അത് കഴിഞ്ഞിട്ട് ചിറ്റൂർ കോളേജിലാണ് പഠിക്കുന്നത്. ചിറ്റൂർ കോളേജിൽ പഠിക്കുമ്പം SFIയുടെ യൂണിറ്റ് പ്രസിഡൻ്റായി. അതോടൊപ്പം തന്നെ ഡിഗ്രീൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് വിജയിച്ചു SFIയിൽ. അപ്പോൾ യൂണിറ്റ് സെക്രട്ടറിയുമായി. ആ വർഷമാണ് കാലങ്ങൾക്ക് ശേഷം ചിറ്റൂർ കോളേജ് SFI പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം യൂണിറ്റ് സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ പാനലാണ് ആ ക്യാമ്പസ് പിടിച്ചെടുക്കുന്നത്. പിന്നെ അടിത്തട്ടിൽ നിന്ന് ആണ് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുക എന്ന് പറയുമ്പം ഇദ്ദേഹം കല്യാണപ്പേട്ട ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ സുരേഷ് ബാബു ഏട്ടൻ കല്യാണപ്പേട്ട ബ്രാഞ്ച് സെക്രട്ടറിയായി, പിന്നീട് പെരുമാട്ടി ലോക്കൽ സെക്രട്ടറി ആയിട്ട് മാറുന്നു. പിന്നീട് അദ്ദേഹം ചിറ്റൂർ ഏരിയ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുക. അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇത്തരം സ്പിരിറ്റ് ലോബിയായിട്ടൊക്കെ ബന്ധമുള്ള ഇങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പങ്ങളുള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നൂലിൽ കെട്ടി ഇറക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് എത്തിയതിന് ശേഷം ഇത് കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു പാർട്ടി മെമ്പർ ആവുന്നു, SFIയിലൂടെ കടന്നു വരുന്നു, എന്നിട്ട് ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ആകുമ്പോൾ LCയിൽ വരുന്നു. പിന്നീട് LC സമ്മേളനത്തിൽ LC സെക്രട്ടറി ആവുന്നു. പിന്നീട് പിന്നെ ഏരിയയിൽ വരുമ്പം വർഷങ്ങൾക്ക് ശേഷം ഏരിയ സെക്രട്ടറി ആവുന്നു എന്ന് പറയുമ്പം ഫിൽട്ടർ ചെയ്തിട്ടാണ് വരുന്നത്. സ്ക്രൂട്ടിനി കൃത്യമായിട്ട് നടക്കും. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സഖാക്കൾ പാനൽ വെച്ച് തോപ്പിക്കും. മാത്രമല്ല, ശശിയേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഏരിയ സെക്രട്ടറി ആവുന്ന സമയത്ത് ശശിയേട്ടൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അപ്പം അങ്ങനെയുള്ള സ്പിരിറ്റ് ലോബിയായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ശശിയേട്ടൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കുമ്പോൾ ശശിയേട്ടൻ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് അതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നൊരു ചോദ്യം കൂടി തിരിച്ചു വരുന്നുണ്ട്. മനസ്സിലായില്ലേ? കാരണം അവരപ്പം അങ്ങനെ ആളെയാണോ കൊണ്ടുവന്നത് എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ശശിയേട്ടൻ ഉത്തരമില്ലാതെയാവും. അങ്ങനെ പ്രശ്നം കൂടിയുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയപ്പോൾ പൂർണ്ണസമയ പ്രവർത്തകൻ എന്ന രീതിയിൽ വ്യവസായ വകുപ്പിലെ ജോലി രാജിവെച്ചു. വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നുമില്ല, ചെറിയ വീടാണ്, സാധാരണ പഴയ വീടാണ്. 2020 ഇദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ചിറ്റൂർ മുനിസിപ്പാലിറ്റി 75 വർഷങ്ങൾക്ക് ശേഷം ഇടതുമുന്നണി തിരിച്ചു പിടിക്കുന്നത്. 75 വർഷങ്ങൾ തിരിച്ചു പിടിക്കുകയാണോ അതോ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഭരണത്തിലേറുകയാണോ? മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആദ്യമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ആദ്യമായിട്ട് പിടിച്ചെടുക്കുകയാണ് ആദ്യമായിട്ട്. അതോ അതിനു മുമ്പ് പഞ്ചായത്തായിരുന്നു വന്നിട്ട് മുനിസിപ്പാലിറ്റി ആക്കിയതാണോ എനിക്കറിയില്ല. 2020 ആദ്യമായി ആ മുനിസിപ്പാലിറ്റി ഇടതുമുന്നണി പിടിച്ചെടുക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഏരിയ സെക്രട്ടറി എന്നുള്ള നേതൃത്വത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഘടനാശേഷിയുടെ ഭാഗമായി ഓരോ ഡിവിഷനിലും പോയി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട്. മാത്രമല്ല, ആ ഏരിയയ്ക്കകത്ത് 7 പഞ്ചായത്തുള്ളതിൽ 5 പഞ്ചായത്തും പിടിച്ചെടുത്തു. 2020 ഒന്നുമില്ലാതെ പൂജയായിരുന്നു അവിടെ. എല്ലാ പഞ്ചായത്തും മറുവശത്തായിരുന്നു UDFൻ്റെ കയ്യിൽ. അതിൽ നിന്ന് 5 പഞ്ചായത്ത് പിടിച്ചെടുത്തു, ഭൂരിപക്ഷം ഉണ്ടാക്കി, മുനിസിപ്പാലിറ്റിയും പിടിച്ചെടുത്തു. ഇപ്പം കേരളം ആകെ ഒരു പിന്നെ UDF അനുകൂല സുനാമിയാണ് വീശിയത് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ കേരളത്തിലാകെ ഒരു CPM വിരുദ്ധ തരംഗം അലയടിച്ച സമയത്ത് പോലും ചിറ്റൂർ ഏരിയയ്ക്ക് കീഴിലുള്ള പിന്നെ 7 പഞ്ചായത്തിൽ 3 എണ്ണം ഇപ്പോഴും LDFൻ്റെ കയ്യിലാണ്. അത് ഇദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള പിന്നെ മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് നിലനിർത്താൻ പറ്റിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ജീവഭയമുള്ള കാലത്ത് അച്യുതനും കൃഷ്ണൻകുട്ടിയൊക്കെ തമ്മിലുള്ള ഫൈറ്റും അതിൻ്റെ ഇടയിൽ കൂടിയുള്ള അക്രമം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാണുവാനും കുത്തിക്കൊല്ലുക, എവിടെയും കൊണ്ടേക്ക് ഇടുക, സ്വയരക്ഷയ്ക്ക് ആയുധം കയ്യിൽ സൂക്ഷിച്ചാണ് നടന്നിരുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, തമിഴ് മിക്സ് ആയിട്ടുള്ള കൾച്ചറാണെന്നുള്ളത്. ഉറങ്ങാൻ മര്യാദയ്ക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഒരു സംഘർഷം ഉണ്ടായ ഇവർ സഖാക്കളെ കൂടി പാടത്ത് നെല്ല് കൊയ്തിട്ട പാടത്താണെങ്കിൽ ആ പാടത്ത് പോയിട്ട് അവിടെയാണ് പോയിരിക്കുക. പാടത്ത് പോയിരുന്നുള്ള ഗുണം എന്താ വെച്ചാൽ എത്ര ദൂരെ നിന്നും അക്രമികൾ വന്നാൽ അറിയാൻ പറ്റും. നമ്മളെവിടെയും ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ചുറ്റും മറയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പറ്റും. അതിനാണ് ഈ പാടത്ത് വീട്ടിൽ കിടന്നുറങ്ങാൻ മര്യാദയ്ക്ക് പറ്റില്ല. ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കളും. ഇദ്ദേഹം അവിടെ ചിറ്റൂരിലുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുടെ കൂടെ നിന്നിട്ടുണ്ട്. മൂപ്പരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാർട്ടി പ്രവർത്തനത്തിലാണ് ഏറ്റവും എനിക്ക് എൻ്റെ നാട്ടിലെ സഖാക്കളോട് കൂടി സംസാരിക്കുന്നതിലാണ് എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ സോൺ. കൂട്ടുകാരെ പോലെയാണ് ഈ ലോക്കൽ സെക്രട്ടറിമാരോട്, ഈ നാട്ടിലുള്ള സാധാരണക്കാരോടൊക്കെ കൂട്ടുകാരെ പോലെ സാധാരണക്കാരനായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ് എന്നാണ് എനിക്ക് സുരേഷ് ബാബു ഏട്ടനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. എൻ്റെ മുമ്പിൽ അയാൾക്ക് അഭിനയിച്ചൊരു ഇമേജ് ഉണ്ടാക്കേണ്ട ആവശ്യമല്ല. ഞാനൊരു അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനല്ല, ഞാനൊരു രാഷ്ട്രീയ നേതാവല്ല,
ഞാൻ വിചാരിച്ച് കഴിഞ്ഞിട്ട് മൂപ്പരുടെ ഇമേജ് ബിൽഡിംഗ് പറ്റുന്ന ആളല്ല. ശശിയേട്ടനാണെങ്കിലും സുരേഷ് ബാബു ഏട്ടനാണെങ്കിലും രണ്ടുപേരും എന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. അതിനകത്ത് അവരുടെ പിന്നിൽ ഒരു ദുരുദ്ദേശം ഇല്ല എന്നുള്ള കാര്യം 100% ബോധ്യമാണ്. അതുമാത്രമല്ല, എൻ്റെ മുഖത്ത് നോക്കി വിമർശിച്ചിട്ടുണ്ട് സുരേഷ് ബാബു ഏട്ടൻ. ഈ ഷാഫിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ തന്നെ എന്നോട് വിമർശിച്ചത്, നിങ്ങളുടെ ഭാഷ അത് മാറ്റണം, നിങ്ങളെ ഒരു ഭാഷയ്ക്ക് കുറച്ചുകൂടി നല്ല ഭാഷയിൽ കാര്യങ്ങൾ പറയാം, നിങ്ങളുടെ ഭാഷ ചിലത് വല്ലാതെ വൾഗറാവുന്നുണ്ട് എന്നോട് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വിമർശിക്കാനുള്ള സ്പേസ് എടുത്തിട്ടുണ്ട്. അത് മുഖത്ത് നോക്കി വേണമെങ്കിൽ സൂചിപ്പിച്ച് പറയാമല്ലോ, സൂചിപ്പിക്കാനാണെങ്കിൽ. അങ്ങനെ പറയാതെ വിമർശിക്കുകയും ഷാർപ്പായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വക വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി. ഹെഡ് മാഷ് പ്രയോഗം ഉണ്ടാവുന്നത് ഇതേ സുരേഷ് ബാബു ഏട്ടൻ്റെ അടുത്താണ്. ഓർമ്മയില്ലേ? ഹെഡ് മാഷ് ബാംഗ്ലൂരിലേക്കാണ് വിളിക്കലെന്ന് പറഞ്ഞപ്പോൾ ഹെഡ് മാഷ് എന്നുള്ളത് പറഞ്ഞത് സുരേഷ് ബാബു ഏട്ടനാണ് ആ പ്രയോഗം കൊണ്ടുവരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ മനുഷ്യരുമായി, സാധാരണ പ്രവർത്തകരുമായും അവിടുത്തെ നാട്ടുമ്പുറത്തുള്ളവരുമായും ഒരു ഗ്രാമീണൻ എന്ന രീതിയിൽ ഇടപെടുന്ന രീതിയുണ്ട്. പറയുമ്പം സർക്കാർ ജോലി ഉപേക്ഷിച്ചിറങ്ങിയ ആളാണ്, ഹൈലി ക്വാളിഫൈഡ് ആണ്. പിന്നീട് ഇദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. ഈ സ്കൂളിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ മത്സരിച്ചതും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ റെപ്പായിട്ടൊന്ന് മത്സരിച്ചതും ഏറ്റവും വലിയ മത്സരം നടത്തിയത് ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചത്. അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്നിട്ടുള്ള ഒരു പഞ്ചായത്തിലേക്ക് പോലും മത്സരിച്ചിട്ടില്ല. മൂപ്പർക്ക് വേണമെങ്കിൽ പഞ്ചായത്തേക്ക് മത്സരിക്കാം, വേണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാം, മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് വീടെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് മത്സരിച്ചിട്ട് 2020 ചെയർമാനാവാം. മൂപ്പർക്ക് വേണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തേക്ക് മത്സരിക്കാം, ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ പ്രസിഡൻ്റ് ആവാം, ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിക്കാം, നിയമസഭയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മത്സരിക്കാം, ചിറ്റൂർ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ എവിടെയും മത്സരിക്കുന്നത്. ഇനി ഈ പ്രാവശ്യം പാർട്ടി നിർബന്ധിച്ച് നിർത്തുമെന്നുള്ളത് അറിയില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ 2016 തന്നെ അദ്ദേഹം CK രാജേന്ദ്രനെ മലമ്പുഴയിൽ കൊണ്ടുവരണമെന്നാണ്. CKR കൊണ്ടുവന്നിട്ട് CKR മന്ത്രിസ്ഥാനത്തിൽ പറ്റിയ ആൾ എന്നുള്ള രീതിയിൽ. അന്ന് PK ശശിയേട്ടൻ അതിനെ എതിർത്തു. PK ശശിയേട്ടൻ അന്ന് പ്രഭാകരൻ സഖാവിനെ കൊണ്ടുവരണം മുമ്പേ പറഞ്ഞതല്ലേ എന്നുള്ളത് പറഞ്ഞത് കാവ്യനീതി തന്നെയാണ്. പക്ഷേ CKR മറ്റുള്ള സഖാക്കളെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള താല്പര്യം എല്ലാ കാലത്തും ഇദ്ദേഹം കാണിച്ചിരുന്നു. പക്ഷേ PK ശശിയേട്ടനും മൂപ്പരും തമ്മിലുള്ള തെറ്റെങ്ങനെ ഉണ്ടായി എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ രണ്ടാളോട് ചോദിക്കാൻ പോയിട്ടില്ല. ഒരു തരം വൈരാഗ്യ ബുദ്ധിയോടുകൂടി സുരേഷ് ഏട്ടൻ അത്രയും പറഞ്ഞിട്ടില്ല. പക്ഷേ ശശിയേട്ടൻ കാരണം ഈ സ്പിരിറ്റ് ലോബിയുടെ ആൾ എന്നൊക്കെ പറഞ്ഞ് ജില്ലാ സെക്രട്ടറിയെ ഫോക്കസ് ചെയ്തിട്ടാണെന്ന് പ്രസംഗം നടത്തിയിട്ടുള്ളത്. പക്ഷെ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ വ്യക്തത അദ്ദേഹം വരുത്താൻ നമ്മുടെ മുമ്പിൽ തന്നെ വന്നിരുന്ന് വരുത്താനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കും. അതിനകത്ത് വസ്തുതയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂടെ യോജിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. ഇദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിലല്ല അദ്ദേഹത്തിന് താല്പര്യം, അദ്ദേഹത്തിന് സംഘടനാ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. ഈ സംഘടനാ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. അത് സംഘടനാ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സിദ്ധിയാണ്. അത് ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ടാവണം, ഒരു ലീഡിങ് പേഴ്സണാലിറ്റി ഉണ്ടാവണം. അത് ഒരു നല്ല മന്ത്രി ആയി എന്ന് കരുതിയിട്ടോ നല്ല മുഖ്യമന്ത്രി ആയി എന്ന് കരുതിയിട്ടോ അത് ഉണ്ടാവണമെന്നില്ല. പിണറായി വിജയൻ നല്ല ഓർഗനൈസറായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ പ്രസ്ഥാനത്തെ കൊണ്ടുനടക്കാൻ കേരളം കണ്ട ഏറ്റവും മികച്ച സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു പിണറായി വിജയൻ. കേരളം കണ്ട ഏറ്റവും മികച്ച KPCC പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു K മുരളീധരൻ. സംഘടനയെ കൊണ്ടു നടക്കാൻ അറിയാം. അപ്പോൾ സംഘടനയെ കൊണ്ടു നടക്കുക, അതിനെ കൂട്ടിപ്പിടിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടു നടക്കുക എന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹം വളരെ വിദഗ്ധമായി അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 12 സീറ്റിൽ 11 സീറ്റും LDF നേടിയെടുക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് തിരുവനന്തപുരം ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്, ഒരു സീറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, കോവളം മാത്രം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതേപോലത്തെ ഒരു വിജയം ഉണ്ടായത് പാലക്കാട് ജില്ലയിലാണ്. ഇത് ബൃഹത്തായ ഒരു ജില്ലയാണ്. അതായത് ഈ ജില്ലയിൽ ഒരു ജില്ലാ സെക്രട്ടറിക്ക് യാത്ര ചെയ്യാറുണ്ട് കേരളത്തിൻ്റെ പകുതി യാത്ര ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം മണ്ണാർക്കാട് തൊട്ട് അലനല്ലൂർ തൊട്ട് അവിടെ കിടക്കുകയാണ് വാളയാറ് വരെ, തമിഴ്നാട് അതിർത്തി വരെ. പിന്നെ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം, അതായത് മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അട്ടപ്പാടി. അട്ടപ്പാടിയിൽ ഒരു LC കൂടാൻ പോകണമെന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂർ ചുരം കയറി യാത്ര ചെയ്യണം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്. ഒരു കേരളത്തിൻ്റെ പകുതി, ഒരു മിനി കേരളം എന്ന് പറയാവുന്ന അത്രയും ഭൂവിസ്തൃതിയുള്ള, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവുള്ള, സംഘടനാ പ്രവർത്തനം ദുഷ്കരമായ ഒരു ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിനാണ് സുരേഷ് ബാബു നേതൃത്വം നൽകുന്നത്. പിന്നെ അദ്ദേഹം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും മത്സരിച്ചിട്ടില്ല അദ്ദേഹം. ഇനിയിപ്പോൾ ഇത്തവണയൊക്കെ പാർട്ടി നിർബന്ധിച്ച് എവിടെയെങ്കിലും നിർബന്ധിക്കേണ്ടി വരും, അല്ലാതെ നിൽക്കുന്ന ടൈപ്പല്ല. കാരണം മൂപ്പര് രീതി വെച്ചിട്ട്, കാരണം അങ്ങനത്തെ അധികാര രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഇത് പോകുന്നത് ഒട്ടും ഗുണകരമായ രീതിയിലല്ല എന്നുള്ളതാണ്. ശശിയേട്ടനോടും ഏറ്റവും പാർട്ടി മാന്യത കാണിച്ചിട്ടുണ്ട്. 2016 MLA ആക്കി, 2021 MLA ആക്കിയിട്ടില്ലെങ്കിലും പകരം KTTCയുടെ ചെയർമാൻ സ്ഥാനമാണ് കൊടുത്തത്. KTTCയുടെ ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. ഇവിടുത്തെ ബാക്കി ബോർഡ് കോർപ്പറേഷനൊക്കെ വെച്ച് നോക്കുമ്പം KTDC കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏതും പവർഫുൾ പോസ്റ്റാണ്. മസ്കറ്റ് ഹോട്ടലിലാണ് താമസം തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ. എവിടെ പോയാലും എവിടെ KTDC ഹോട്ടലിൽ പോയാലും മൂപ്പർക്ക് പോയി താമസിക്കാം. കേരളത്തിൽ എവിടെയും എല്ലായിടത്തും KTDC ഹോട്ടലുകളുണ്ട്. അവരുടെ റെസ്റ്റോറൻറ്റ് വളരെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. ഫുഡ് എല്ലാം, ഡ്രൈവർ, കാറ് എല്ലാം കൊടുത്തിരുന്നതാണ്. അപ്പോൾ ശശിയേട്ടനും സുരേഷ് ബാബു ഏട്ടനോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് പരാതി നൽകുകയായിരുന്നു ചെയ്യേണ്ടിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും അവർ അന്വേഷണ കമ്മീഷൻ വെച്ച് അന്വേഷിക്കുകയും
കാരണം പാർട്ടി സംവിധാനത്തിനകത്ത് വിശ്വാസമുള്ള ഒരാൾ എന്ന രീതിയിൽ ഇന്നും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോഴത്തേക്കുള്ള വിവരം എന്താ വെച്ചാൽ അദ്ദേഹത്തെ CPM നിന്ന് പുറത്താക്കിയിരിക്കുന്നു. CPM നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടാണ്, CPM നിന്ന് ഔട്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഒറ്റപ്പാലം സീറ്റിൽ ഒരു പക്ഷേ അദ്ദേഹം UDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ചു എന്ന് വരാം ശശിയേട്ടൻ. പക്ഷേ അവിടെ UDF അഭിമുഖീകരിക്കുന്ന വേറെ ചില വിഷയങ്ങളുണ്ട്. ഒരു പക്ഷേ CPM സുരേഷ് ബാബുവിനെയും എവിടെയെങ്കിലും ഒരു സീറ്റിൽ കൊണ്ടുപോയി നിർത്തി എന്ന് വരാം, നെന്മാറയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു എന്ന് വരാം. ഒരു 3ാം ടേം LDF സർക്കാർ വന്നാൽ തീർച്ചയായിട്ടും സുരേഷ് ബാബു മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ശശിയേട്ടൻ എന്തായാലും മന്ത്രിസ്ഥാനമൊന്നും കൊടുക്കില്ല. പക്ഷേ ശശിയേട്ടന് ഒരു UDF ട്രെൻഡ് ഉണ്ടെങ്കിൽ ഒറ്റപ്പാലത്തോ മറ്റോ മത്സരിച്ച് വിജയിച്ച് MLA ആവാൻ കഴിഞ്ഞു എന്ന് വരാം. എന്തായിരുന്നാലും രണ്ടു പേർക്കും ഇടയിൽ ഒരു ചർച്ച നടക്കേണ്ടത്, ഒന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ടത്, ഒരു പാർട്ടി കമ്മിറ്റിക്കകത്തിരുന്ന് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് വിളിച്ചു ചേർത്തിട്ട് അത് ഇരുന്ന് സംസാരിക്കേണ്ടത് അനിവാര്യമായിരുന്നു ആണ് ഞാൻ കരുതുന്നത്. എന്തായിരുന്നാലും സ്പിരിറ്റ് ലോബിയുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് ആരോപിച്ചത് എനിക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അത് ഒരു പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലെ കടുത്ത ശത്രുതയിൽ നിന്ന്, അല്ലെങ്കിൽ എന്നെ ദ്രോഹിച്ചത് സുരേഷ് ബാബു ആണ് എന്ന തോന്നലിൽ നിന്ന് ശശിയേട്ടൻ പറഞ്ഞ ഒരു ആരോപണമായിരിക്കാം. ഉണ്ടയില്ല വെടിയാണ് എന്നാണ് ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല, അതിലുണ്ടയുണ്ട് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തിയാൽ ഞാൻ എൻ്റെ നിലപാട് മാറ്റം ചെയ്യും. എന്തായിരുന്നാലും പാലക്കാട് ജില്ലയിലെ CPM-നും ഒട്ടും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല നടക്കുന്നത്. CPI-ക്കകത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, സേവ് CPI ഫോറത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇന്നത്തെ മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന പേര് ഇനിയിപ്പോൾ മെല്ലെ RMPയുടെ മാതിരി യഥാർത്ഥ മാർക്സിസം ഞങ്ങളാണ് എന്ന് പറയുകയും പക്ഷേ UDF-നോടൊപ്പം ചേരുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ പാലക്കാട് ജില്ലയുടെ പൊളിറ്റിക്കൽ സിനറിയോയിൽ വലിയ മാറ്റം വരും. അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ ഒരു ഭൂകമ്പം സൃഷ്ടിക്കപ്പെടും. അത് എങ്ങനെയൊക്കെ മാറി മറിയും എന്നറിയാൻ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം.